എല്ലാവരും എണീറ്റ് വരുന്നു. ഓ കൊച്ചിന് ചുമ. അങ്ങനെ ഓക്കെ. സമയം 10:30 ജോനിക്കുട്ടി എണീറ്റ്. ഹലോ ഹലോ. ഓ അവിടെ ഞാൻ പോയപ്പോ കുറെ വിട്ട് വർത്താനം പറഞ്ഞില്ലേനോ. അപ്പൊ അവൻ ഓരോ വിട്ട് പറഞ്ഞു മാളുടെ റൂമിൽ പോയിട്ട് പറഞ്ഞു മാളു മാളു അതുപോലെ കാണിച്ചോണ്ട് അവന്റെ കൈ എടുത്തത്. നല്ല വെയിലാണ്. നമ്മൾ എണീക്കാൻ ഒത്തിരി താമസിച്ച് പോയി. ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ഡ്യൂട്ടി, ഇവരും അടുത്ത് ടയേർഡായിട്ടിരിക്കുമായിരുന്നു. നല്ല സിനിമ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് ഓ പറ്റി കിടക്കുവാണോ? രാവിലെ എല്ലാവരും എണീറ്റ് വന്നപ്പോൾ തന്നെ 11 മണിയായി. പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഓടും. ഉപ്പുമാവും കടലക്കറിയും പഴവും കൂട്ടി കുഴച്ച് 4 പേരുടെ പുറകെ കിടന്ന് വാരി കൊടുക്കുമായിരുന്നു. ഇന്ന് അതാകുമ്പോൾ നല്ല എളുപ്പപ്പണിയായിട്ട് തോന്നി. ഈ സമയത്തിൽ ഞാൻ സ്കൂള് മിസ് ചെയ്യാൻ തുടങ്ങി ജോലിക്കുട്ടി. ഇന്ന് നല്ല പുറത്ത് നല്ല വെയിൽ. ഇന്ന് ഞാൻ കുറച്ച് പുല്ലോട്ടാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ. ചിക്കൻ കഴിക്കുന്നേ. ഞാനും ഉപ്പുമാവും കടല എടുത്തേ. അപ്പൊ ഇന്നും ബ്രഞ്ച് ഉപ്പുമാവും കടലക്കറി. പറമ്പില് പണിയായിരുന്നു. പണി കഴിഞ്ഞ് ഇന്ന് ചൂടും കൂടുതലാ. പിന്നെ ഇങ്ങനെ ഫുൾ സ്ലീവ് ബ്ലാക്ക് ഇട്ട് പണിതാ ഭയങ്കര ചൂടായിരിക്കില്ലേ? നമുക്ക് ഇന്നലെ പറഞ്ഞില്ല 1 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് മറ്റേ ഫേസ് മസാജിനും സംഭവങ്ങൾക്കൊക്കെ. അപ്പൊ നമ്മള് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. പോയി അതിന്റെ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ചേട്ടന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ ചേട്ടൻ പഠിക്കും. ചേട്ടൻ പഠിച്ചു കഴിയുമ്പോ പിന്നെ എനിക്ക് പിന്നെ അത് റിപ്പീറ്റഡ്ലി വീക്കിലി ചെയ്ത് കിട്ടും. അവിടെ കാൽ ഭാഗം പൈസ തന്നാ മതി, ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. പഠിക്കണതും പോരായി. അത് കുറച്ച് താത്തിയിട്ട് നമ്മള് ഈ സൈഡിലും. അപ്പൊ വെള്ളം ഒഴിക്കാൻ എളുപ്പം. പിള്ളേർക്ക് ഒഴിക്കാം, നമുക്ക് ഒഴിക്കാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ. ന്യൂറ്റ് എന്നായി പാർലറിൻ്റെ പേര്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. ഇതായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഫേഷ്യലിംഗ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടെ. നല്ല പീസ്ഫുള്ളായിട്ട് കാമായിട്ടുള്ളൊരു റൂമാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ. പിന്നെ മുഖത്തെല്ലാം ചെയ്ത് കഴിയുമ്പം എല്ലാം വാഷ് ഓഫ് ആയിപ്പോയി. നല്ല ഹൈഡ്രേറ്റിംഗ് ആയ ഫീലുണ്ട്. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഫേസ് മസാജ് ഉണ്ടായിരുന്നു, പിന്നെ ഹെഡ് മസാജ് ഉണ്ടായിരുന്നു. ഫുൾ ഓവറോൾ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. 104 യൂറോയായി. അകത്തേക്ക് കയറിപ്പോയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇതേ ഇറങ്ങിയപ്പോൾ എന്നാ മഴയായല്ലേ. അകത്തേക്ക് കയറിപ്പോയപ്പോഴേ നല്ല വെയിലായിരുന്നെന്ന്. 1 മണിക്കൂറോണ്ടുണ്ടായ ഡിഫറൻസ്. എന്നാ മഴയായിപ്പോയല്ലേ. ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയേ. കാക്കയാണോ? എന്റെ പൊന്നിന്റെ കാക്ക. എല്ലാരും ഉള്ള ദിവസമാണ്. സിനിമ കാണുന്നു. ഞാനിവിടെ ഉള്ള ദിവസമൊക്കെ എന്തായാലും ഒത്തിരി കാര്യമൊക്കെ ചെയ്യണമെന്ന് ഓർത്തിട്ടുണ്ട്. ഇത്രയും ദിവസം നമ്മള് ചെയ്തായിരുന്നല്ലോ, മൊത്തം ചെയ്തായിരുന്നല്ലോ. ഇന്ന് നമ്മള് ഒന്നുമില്ലാണ്ട്, അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു റൂൾസും ഇല്ല, ഒന്നുമില്ലാണ്ട് ഇഷ്ടമുള്ള പോലെ ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഭാഗ്യത്തിന് ഉപ്പുമാവും കടലക്കറി ഉണ്ടായിരുന്നു. രാവിലെ കടലക്കറി കൂട്ടി കുഴച്ചു കൊടുത്തു. അല്ല, ഒരു എഴുന്നേറ്റ് പൂച്ചയായിരുന്നു കേട്ടോ. എന്നിട്ട് പിള്ളേർ ഇപ്പോൾ വേണ്ട സ്നാക്കൊക്കെ കഴിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഉപ്പുമാവ് പഴം കൂട്ടി കുഴച്ച് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഉരുളി ഇങ്ങനെ ഉരുട്ടി നമ്മൾ വെച്ച് കൊടുക്കുന്നു. എസ്പെട്ടി ഉറങ്ങുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് മല മറിക്കണമെന്ന് ഞാൻ ഏറ്റവും ആദ്യം പടമായി. ഇത്രയും ദിവസം ഡബിൾ ഡ്യൂട്ടിയും തിരക്കായിരുന്നല്ലോ. ചക്കി വരുന്നതിന് ഇപ്പം വാ വിളിച്ചല്ലോ. നല്ല പഴം കൂട്ടി കഴിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. നല്ല ചൂടാ. ഞാൻ കുറേ കടല കഴിച്ചു. പറഞ്ഞായിട്ട് നല്ല ഉറക്കല്ലേ? ഉറങ്ങില്ലേ? എനിക്കാണോ? നല്ലല്ലേ? പപ്പയ്ക്ക് ഇട്ടതാ. പപ്പയ്ക്ക് ഇട്ടതാ. ആ പപ്പയ്ക്ക് ഇട്ടതാ. എടുത്തിട്ട് ഓടി വാ. എടുത്തിട്ട് ഓടി വാ. മഴവില്ല കാണണമെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ
ആ സൈഡിൽ മഴ പെയ്യുന്നുണ്ടാവേ. ഈ സൈഡിൽ നിന്ന് അല്ലേ? നല്ല വട്ടത്തിലുണ്ടല്ലോ. ആയിരിക്കാം. അങ്ങേ സൈഡ് നന്നായിട്ട് കൂടി വരുന്നുണ്ടേ. സേഫ്റ്റിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അതായത് ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് നമ്മൾ ഒന്നും ചെയ്തില്ല. വൈകിട്ട് ഒരു എത്ര മണിയാ? 7 മണി വരെ. അതേ പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് പുല്ല് വെട്ടി. ഒന്നും ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടബോധമാണ്. അതുകൊണ്ട് എന്താണ് ജോണിക്കുട്ടി? സ്നേഹത്തോടെയുള്ള ഇടപാട് അക്സെപ്റ്റബിൾ ആണ്, ആംഗ്രിയിൽ അക്സെപ്റ്റബിൾ അല്ല. വാട്ട് യു സേ മാളു? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്നാ ക്ലാരിറ്റി അല്ലേ, എന്ത് രസമല്ലേ മഴവില്ല. 1 2 3 3 ലെയറായിട്ട് അല്ല 2 എണ്ണം. കൊച്ചിന് നനക്കില്ല മോനെ, അവന് ജലദോഷമുണ്ട്. കുഞ്ഞിന്റെ മേറ്റ് വെള്ളം ഒഴിച്ചോടി അവര്. നിനക്ക് മറ്റേ ചെരുപ്പ് എന്തേ? സാധാരണ ചെരുപ്പില്ലായിരുന്നോ? അല്ല മറ്റേ ക്രോക്സ് പോലത്തെ ഇതുപോലത്തെ എടുത്തില്ലായിരുന്നോ? അത് ഓർക്കണ്ടായിരുന്നു ഇന്നലെ. കൊച്ചിന്റെ മേത്ത് മാത്രം ഒഴിക്കല്ലേ. എന്റെ മേത്തേക്ക് ഒഴിക്കണ എന്തിനാ? ഞാൻ എന്നാ ചെയ്തു? പുറത്തിറങ്ങിയിരുന്ന് റെയിൻബോ കാണുന്ന എല്ലാരും അലറ. എന്നെ തോന്നേ ഞാൻ ഇവരെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് തരാവോ? ബലൂൺസ് വെച്ച് എറിയണോ? ഓ അത് അടിപൊളിയായിരിക്കുമല്ലോ. എവിടെ ബലൂൺസ്? എവിടെയാ? നമ്മുടെ ഊരിലെ എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാലും മഴയാണല്ലോ. അതെ, മഴ. ഇതിനകത്ത് വെള്ളത്തിൽ അടുത്ത ദിവസം ഒരു 10 കിലോ ബീഫ് ഫ്രൈ ചെയ്ത് വെക്കണം. ഞാൻ റഷ്യയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കാമല്ലോ. ഓ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഡിന്നറല്ല ലഞ്ചിന്. ഇതെനിക്ക് പുറത്തു പോയില്ലാന്ന് തോന്നുന്നു, കാറ്റടിച്ചേ. 40 ദിവസത്തെ കട്ട ഡയറ്റ് ആണല്ലോ അല്ലേ? ബീഫ് ഫ്രൈ സെറ്റാക്കി വെച്ചിട്ട് പോകത്തുള്ളൂ. ഇത് നമുക്ക് എവിടെ വെച്ചുണ്ടാകണമെന്ന് അറിയോ? ഫോറസ്റ്റിനകത്ത് പോയിട്ട് ഗ്രില്ലിംഗ് പ്ലേസ് നമ്മൾ ടെന്റ് ഒക്കെ അടിച്ച് നമുക്ക് അടുത്ത ദിവസം പോയാലോ? മഴയൊന്നും ഇല്ലെങ്കിൽ കിടക്കാം. കുറെ ദിവസമായിട്ട് ജോണിക്കുട്ടി പറയുന്നതാണ് ടെന്റിനകത്ത് കിടന്നുറങ്ങണം. അപ്പൊ നമ്മുടെ ഇവന്മാരെന്തോ ഒളിച്ച ഭാഗത്ത് ഭയങ്കര വെള്ളം ചീറ്റി കളിക്കുന്ന യസക്കുട്ടിനെ മേത്തേക്ക് വീഴിക്കില്ലേ? യസക്കുട്ടി വീണു. എന്നാ അപ്പയോ കൊച്ചിനെ കൂട്ടുന്നില്ല ആരും. ലാസ്റ്റ് കലിപ്പാകരുത്. അപ്പഴ് പോലെ മഴ മഴവിൽ അവിടെ കൂടി വരുവാണല്ലോ. കൊച്ചിന് മെത്ത് ചെയ്യല്ലേ? ചെയ്യണ്ട. ചെക്കി മാറി കൊച്ചിന് മെത്തി കാണിക്കില്ലേ?
ചെന്നാൽ ജലദോഷമുള്ള. ഇനി അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുവാണേ. ലാസ്റ്റ് ഇവിടെ തമ്മിത്തല്ലും മേളം ആകരുത് കേട്ടോ. അതെ സൺക്രീം മൊത്തം ഇതായാലും പക്ഷെ ഞാൻ ഇന്ന് തൂത്തില്ല. ഞാൻ മമ്മ ഞാൻ കണ്ടില്ല, കൊച്ചിനെ ഓർത്തു പോയി. അത് നോർമൽ വെള്ളാണ് അവൻ കൈയിടുന്നേ. നനച്ചോ പപ്പ, നനച്ചോ, അത്രേ മതി. കൊച്ചിനെ ഒത്തേക്ക് ഒഴിക്കല്ലേ. അവിടെ ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ്. എന്നാണേലും മഴയുണ്ട്. ചെവിയിൽ വീഴില്ല. ഓടി വെപ്പട ഉപേക്ഷിച്ച് ഓടി പപ്പ. ചെരുപ്പ് വരെ ഊരി കളഞ്ഞിട്ട് ഓടുന്നേ. ചെരുപ്പ് വരെ ഊരി കളഞ്ഞിട്ട് കൂട്ടത്തോടെ. അയ്യോ കൊച്ചിന്റെ കയ്യിൽ ഈ ചീച്ചി വെള്ളം. പൊന്നെ അത് വെച്ച് ഒഴിക്കാൻ പാടില്ലടാ കൂട്ട, അത് ഈ ചീച്ചിയാടാ. അവന് കൊടുക്കുക അവനെ കുളിപ്പിച്ച് കയറ്റാൻ മതി. പിള്ളേരൊക്കെ പൊറ്റ ടീമാട്ടോ. മോനെ തൊപ്പിയും എടുത്ത് പറ്റിക്കപ്പാ. നീ ചേട്ടമ്മാനെ ഇത് എന്നെ ഇവിടെ ഇന്ന് പരിപാടി എന്നാ? ആൻ്റെ എന്നാടി പരിപാടി? മുഴുത്ത കൊതുക്. പിന്നെ ആ മതിയായ കൊതുകാന്നറിയോ? ഫിൻലൻഡിലെ കൊതുകിനെ കാണണമെങ്കിൽ ഓ അതെന്നാ ഒരു ഷവറായിപ്പോയി. യുക്സി ഓഹോ ചക്കിയുടെ നമ്പർ പറ. കൊച്ചിന് മേത്ത് വീടില്ലപ്പാ. പപ്പ പോയിട്ടൊരു നമ്പർ പറഞ്ഞേ നോക്കട്ടെ. പപ്പയ്ക്ക് തന്നെ കിട്ടണത്. പപ്പ ഒരു നമ്പർ പറ. ചക്കിപ്പുറത്തേക്ക് ചക്കി. അയ്യോ അത് നല്ല. അയ്യോ മമ്മിക്ക് വേണ്ട, മമ്മിക്ക് വേണ്ട, വേണ്ട വേണ്ട. അയ്യോ അതുകൊണ്ട് എന്റെ ടേർണാ.
സീറോ ഇല്ല അല്ല ഇല്ല വേറെ എടുക്കണം പറയ പെട്ടെന്ന് ഇനി എന്റെ ടേൺ ആരും 3 പറഞ്ഞു 3 എന്നാ ആ മിസ്സാ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പുള്ളി റോഡിലേക്ക് ഓട്ടാ. ഇനി കഴിഞ്ഞു കേട്ടോ. കൊച്ചു 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 ഇവ ഓട്ടോ അല്ലേ, ഒരു രക്ഷയില്ലാത്ത ഓട്ടോ. ആ വെള്ളം 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 എന്നെ ചിക്കു കൊടുത്തേ. ഒരു മീറ്റ് പപ്സ് പോലത്തെ സംഭവം പിറാക്കാന്ന് പറഞ്ഞിട്ടുള്ളത് മീറ്റിന്റെ ബണ്ണ്. അപ്പൊ ജസ്റ്റ് ഒരു സ്നാക്ക് അവർ കഴിച്ച് കഴിയുമ്പോഴേക്കും പസ്ത ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് കുളിക്കുകയും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് മെയ് ആദ്യമായിരുന്നു അല്ലേ, അന്നേരം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളൊരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ വാട്സാപ്പിലായിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ നിന്നാണ് ഇന്റർവ്യൂ ചെയ്യാൻ വന്നെന്ന് പറഞ്ഞില്ലേ. അത് ഇതാട്ടോ, ഇതിനകത്ത് ഒരു സമ്മർ എഡിഷനിൽ ഒരു ഫുൾ ആർട്ടിക്കിളായിട്ട് അവർ കൊടുത്തേക്കുവാണ്. എല്ലാം നമ്മള് കേരളത്തിൽ നിന്ന് വന്നു ഇങ്ങനെ പറയാം. ഫുള്ള് അത്യാവശ്യം അവരെ കൊണ്ട് ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താ ചെയ്യണേന്നൊക്കെ ഉള്ളത്, നമ്മുടെ പിന്നെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, അങ്ങനെയെല്ലാം. ഇവിടെ ആൾക്കാർ കൂടുതലും പേപ്പർ വായിക്കുന്ന ആൾക്കാരാണ്, പിന്നെ ഓൺലൈനിലും വായിക്കും. ഇത് എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നറിയത്തില്ല. ഇന്ന് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ശാന്തരായിരുന്നു, അതുകൊണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും കഴിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതെ, അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഫുഡ് ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഞാനായിരുന്നു കഴിച്ചത്. നമ്മളെ ഒരു 3-4 ദിവസമായിട്ട് അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ആയിരുന്നു. ഞാൻ ജോലി, പിന്നെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്നു. കിൻവ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഉള്ള സമയത്ത് 3 നേരം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നേ. അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയില്ല, കാരണം ഒരാൾ തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്ത് നടക്കില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് പസ്ത ഞാൻ പുഴുങ്ങി വെച്ചു. അപ്പൊ ഇനി അത് ജസ്റ്റ് എന്തെങ്കിലും ആക്കിയാലോ. ഞാൻ അത്യാവശ്യമൊക്കെ ഒന്ന് സെറ്റാക്കാം, ക്ലീൻ ചെയ്യുന്ന പരിപാടികൾ ചെയ്യാം. വരുന്ന ഇഡ്ഡലി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് പീനട്ട് ഉണ്ടായിരുന്നത് അതിലോട്ട് ഇട്ടിട്ടോ. എന്നിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് സവോളയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ. കഴിച്ചിട്ടുണ്ടോ അങ്ങനെ? കഴിച്ചിട്ടില്ല, ഇനി പരീക്ഷിക്കാം. അതായത് നമുക്ക് ലൈഫിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും വലിയ കോണ്ടന്റുകളൊന്നും നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. നമ്മുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അന്ന് ദിവസം നമ്മളത് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ടൊന്നും നമ്മുടെ ചാനൽ കാണാൻ ഇരിക്കരുതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. നമ്മളിത് പിന്നെ നമ്മൾ വേറൊരു രാജ്യത്തായതുകൊണ്ടും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ട് വരുമ്പം നമ്മൾ കാണിക്കും. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു സ്പെഷ്യൽ കുക്കിങ്ങോ അങ്ങനെ സമയം കളയാൻ നമുക്ക് ഒട്ടുമില്ല, തികയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ സമയം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഓഫൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം കിട്ടുവാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, കിടന്നിറങ്ങുന്നു, പണിക്ക് പോകുന്നു. ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല. ഇതൊക്കെയാണ് സത്യാവസ്ഥ. നമ്മുടെ ക്വിക്കായിട്ടുള്ള ഡിന്നറാണിത്. ഇഡ്ഡലി എന്താ ചെയ്ത, ഇഡ്ഡലി അതുപോലെ സോട്ട് ചെയ്ത് എടുത്തു. കാർബത് വറുത്ത ഇഡ്ഡലി, വറുത്ത കടല, വറുത്ത പയറ്, അങ്ങനെയല്ല പയറ് മറ്റേ ചാറുകറി ഇരുന്നത് അത് ഇന്ന് ലാസ്റ്റ് ഇനി ഇല്ല, അത് തീർന്നു. അത് പിന്നെ തീരട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എടുത്ത കടലയും ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഒരു ഇച്ചിരി കൂടെ ബാക്കിയുള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല, പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന് കൊടുത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സാലഡ്, പ്രോട്ടീൻ ഉണ്ട്, കാർബ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നാളെ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പോരാ. ജോലികൂട്ടി തറ ഉണങ്ങാതെ അതിലൂടെ ചവിട്ടി അടക്കല്ലേ കേട്ടോ. അങ്ങോട്ട് നീങ്ങിക്ക്. ഏസക്കുട്ടീനെയും എടുത്തോ, എടുക്കാവനല്ലേ ആ വെള്ളത്തിൽ കയറി പിടിക്കും. കബോർഡ്സ് അടുക്കി വെച്ചില്ല എല്ലാരും. പോറടിച്ച് കഴിക്കാൻ വാ. ലോലിപ്പോപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പം ഇന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പം ഈ സംഭവത്തിനെ കണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് മടക്കി ഇടുന്നതാണ്
കണ്ടേക്കുന്നത്. രണ്ട് രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചുമ്മാ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ താഴേക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ഇതെനിക്ക് മടക്കി ഇടുന്നത് ഉണ്ടാക്കാനാണ്. ഈ സൈഡ് ഇങ്ങനെ ഇത് ചെയ്യാം, കയറ്റി വെച്ച് ചെയ്യണം. അതിന്റെ ഏറ്റവും ടോപ്പ് വെച്ച് വേണം ചെയ്യാൻ. എല്ല് കട്ടാവരുതേ. സിമ്പിൾ സംഭവം. ഇങ്ങനെ മടക്കി ഇടുന്നത് മടക്കണം. ഇത് ഇതേ ഇവിടുത്തെ ഉണ്ടോ മീറ്റ് ഇരിക്കണോ ഈ സൈഡ് മീറ്റ്? അത് തന്നെ. ഊരിക്കളയല്ല. അതങ്ങനെ ഇരുന്നുണ്ട്. അത് റാപ്പ് ചെയ്ത് ചെയ്യാം. ചിക്കനൊക്കെ ഇത്ര ഞരമ്പുണ്ടോ? സത്യം. ഇങ്ങനെ സൈഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഇവർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊടുത്തായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? എന്താ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണേലും നാളെ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് പക്കവടയും മിച്ചറും ഉണ്ടാക്കാൻ പോകാനുണ്ട്. അപ്പോൾ ഓയില് ഇതുകൂടി ഉണ്ടാക്കുവാണെങ്കിൽ ഓയിൽ നമുക്ക് ഇതാക്കാതെ യൂസ് ചെയ്യാനോ. ഇത് മടങ്ങി വീണില്ല, മടക്കി ഇടണം. അങ്ങനെ മടക്കി കിടക്കണം. ഓക്കെ, പഴം പൊളിച്ചെടുത്താലോ? പാത്രം പറഞ്ഞോ പള്ളി. പാത്രം. നമ്മള് ഇവര് കുഞ്ഞ് എസക്കുട്ടിനെ ഒരുപാട് പേര് ഇങ്ങനെ കൺസെന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയണേക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മള് കൺസേൺ ആണ്. അങ്ങനെ തന്നെ നോക്കി കണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇവരെ ആണെങ്കിലും 3 പേരെയും നമ്മൾ പിള്ളേരെ തീരെ പൊടിക്കുഞ്ഞാകുമ്പം, അതായത് അറ്റ്ലീസ്റ്റ് അവർ സംസാരിക്കാനുള്ള പാകം എത്തുന്നിടം വരെയെങ്കിലും നമ്മൾ അവരെ മാക്സിമം കൊഞ്ചിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഫുഡൊന്നും കളിക്കാനിട്ട് കൊടുക്കുകയല്ല കേട്ടോ. അതിപ്പോൾ ആക്സിഡന്റലി അവർ ആ ഫീൽ ചെയ്യുമ്പോൾ ഫസ്റ്റിലത്തെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ സ്ലോലി നമ്മൾ തിരിച്ച് ബാക്ക് ടു ഇതായിട്ട് വരും. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ മാക്സിമം സ്നേഹത്തോടെ തന്നെ ഇവരെ നമ്മള് ഹാൻഡിൽ ചെയ്യുക അല്ലെ. കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവര് നമ്മൾ ലിസൺ ചെയ്യും. കാരണം വെച്ചാൽ അവർക്ക് മനസ്സിലാവും ശരി തെറ്റ്. സ്നേഹം സ്റ്റോപ്പ് അല്ല, അന്നേരം സ്നേഹം ഉണ്ടാവും, പക്ഷെ ഡിഫറെന്റ്. പക്ഷെ ഇപ്പൊ ഇവനെ വഴക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വഴക്ക് പറയുന്നത് മനസ്സിലാവില്ലല്ലോ അല്ലെ. ഇപ്പൊ നമുക്ക് കളിപ്പിച്ച് മാറ്റാം. എല്ലാരെയും മാക്സിമം കൊഞ്ചിച്ചിട്ടുള്ള ഇപ്പോഴാണ് വലിയ കൊഞ്ചിക്കല്. ഇപ്പോഴാണ് ഇച്ചിരി കൊഞ്ചിക്കല് കുറവ്. ഉറക്കം 10:30 ആയി. അങ്ങനെയാണ് നമ്മള് പേഷ്യൻസിന്റെ നെല്ലിപ്പലയൊക്കെ പഠിച്ചെടുത്തത്. ഉറങ്ങാറായെന്ന് ചേട്ടന് സ്തുതി മമ്മിക്ക് കൊടുത്തായിരുന്നോ? എല്ലാവർക്കും സ്തുതി കൊടുത്തു. ഓ ഇനിയില്ല, നോ നോ, വർഷത്തെ കുറച്ച് പ്രാവശ്യം കിട്ടും. അവന് ആദ്യമായിട്ടാണ് കുരിശ് വരച്ചു കഴിഞ്ഞതിന് ശേഷം സ്തുതി കൊടുക്കുന്നത്. എല്ലാവർക്കും കൊടുക്കുന്നത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ തൊട്ട് നമ്മള് ഡയറ്റിന്റെ സംഭവങ്ങളും എല്ലാം ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ അത്യാവശ്യം എല്ലാം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് നമുക്ക് ഒരുപോലെ നിർബന്ധമുള്ള കാര്യം. അതുകൊണ്ടാണ് എപ്പോഴും ഇത് ചെയ്യാത്തത്. അപ്പൊ താങ്ക് യു, ബൈ ബൈ. ടാറ്റ കൊടുത്തേ. ഉമ്മ